ഓഫ് സെലിബ്രിറ്റി. ഓക്കെ, പറയാം. ബിഗ് ബോസ് സീസൺ 7 ആ ഹൗസിൽ ഒരു ദിവസമെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ രേണു സുധിയും സെലിബ്രിറ്റി തന്നെ. അത് സത്യമാണ്. അങ്ങൊരു സംഭവമുണ്ട്. ബിഗ് ബോസ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കയറിപ്പറ്റി കഴിഞ്ഞാൽ ആ ഒരു ടാഗ് ലൈൻ എന്തായാലും ആ വ്യക്തിക്ക് ഉണ്ടാവും. സീരിയസ്ലി ആണ്. അത് അങ്ങ് ഒരു കുഴപ്പമുണ്ട്. എന്തായാലും ബിഗ് ബോസിനോട് ഞാൻ എന്തോ പറയാനാ. ഓക്കെ, രേണു സുധി എന്ന് പറയുന്ന ഈ ചേച്ചിനെ വെറുക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് ഹൈപ്പ് ചെയ്യുക. നമുക്ക് അങ്ങനെയൊക്കെയല്ലേ പറ്റൂ. എന്തായാലും നമ്മളൊക്കെ ഈ ഒരു ലെവലിലാക്കിയപ്പോൾ ചേച്ചിക്കൊക്കെ എന്നാ അഹങ്കാരം. വിച്ച് ടൈപ്പ് ഓഫ് സെലിബ്രിറ്റി. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ കൊടുത്തു. വേറൊരു ചേച്ചി വന്നിട്ടുണ്ട്, സാരിക നിന്നെ കാണാൻ. മാറങ്ങട്ടെ വളരെ സന്തോഷം. രേണുസുധിക്ക് അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ ഇനിയെങ്കിലും സമാധാനത്തോടെ അവരുടെ വർക്കുകൾ തുടരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഇത്രയും ദിവസങ്ങൾ, ഇത്രയും കാലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ ഒരു എന്താ പറയുക, ഒരു കൊള്ളാലോ. ഇത് പ്രമോഷൻ മേടിച്ചിട്ടുള്ള പരിപാടി കേട്ടോ. സൈഡിലെ പ്രമോഷൻ കണ്ടോ, ഡോക്ടർ ഗായത്രി മേനോൻ. കണ്ണടി വെച്ചത് ഇപ്പൊ പണിയായോ? എന്തോ ക്ലിനിക്കിന്റെ ഒക്കെയാണ്. അതിനിടയ്ക്ക് പ്രമോഷൻ നൈസായിട്ട് അതിനു വേണ്ടിയാണെന്ന് ഈ കാണിച്ചത് നമുക്ക് മനസ്സിലായി കേട്ടോ. അല്ലാതെ രേണുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, കൊച്ചു കള്ളി. കണ്ടല്ലോ പ്രമോഷൻ. പ്രേതത്തെ പോലെ, ഒരു ഗോസ്റ്റിനെ പോലെ ഈ ഹോണ്ടഡ് ഹൗസിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു പ്രേതബാധ ശൈലി എന്നൊക്കെ പറഞ്ഞൊരു പ്രേതത്തെ പോലെ രേണുവിന്റെ പുറകെ നടന്ന് മാന്തി കീറാനും പേടിപ്പിക്കാനും ശ്രമിച്ചിട്ടും രേണു പേടിച്ചില്ല. രേണു പോലും അറിഞ്ഞില്ല ഇവള് പ്രൊമോഷനാ ചെയ്തത്. അവളെ വെച്ച് നൈസായിട്ട് ഇവള് അങ്ങ് ഓട്ടി. പൊന്നോ. കാരണം ഈ വീഡിയോ ഇനി എടുത്തുകൊണ്ട് താത്ത പോവും, താത്തയും പോവും, താത്തയുടെ പിള്ളേരും പോവും. അതും പ്രൊമോഷനാണ് അവർക്ക്. മനസ്സിലായോ? ഇതൊക്കെ വെച്ച് കാശുണ്ടാക്കും. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ സായി ചേട്ടൻ ഇന്നലെ നമ്മുടെ അക്ബറിന്റെ കല്യാണത്തിന് പോയായിരുന്നു. അപ്പൊ സായി ചേട്ടനോട് മീഡിയക്കാരൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സായി ചേട്ടൻ സംസാരിക്കുന്നത് കേൾക്കാം. ചേച്ചിയുടെ പാവം പിടിച്ച ചേച്ചി അവിടെ നിൽക്കുന്നു, ഇങ്ങനെ കൊണ്ട് തോറ്റ്. കെട്ട് കഴിഞ്ഞ പുരുഷ. രേണുസുധീന്റെ മോശം ചാറ്റ് കണക്ക് പറയാൻ പറ്റുമോ? രേണുസുധി അല്ല ആണോ പറയാൻ പറ്റുമോ? തങ്കച്ചൻ പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കി അതിനകത്തൊരു ഫോട്ടോയും വെച്ച് അതിനകത്തൊരു ഫേക്ക് ചാറ്റ് ഉണ്ടായി. ഇപ്പൊ ഉള്ള സമയമാണ് അവർക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ. അതും ശരിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ത് ചെയ്യാൻ, ഇപ്പോഴത്തെ കാലങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ തിരിക്കും. സീക്രട്ട് ഏജന്റ് പുള്ളിയുടെ ഒരു ഇത് വെച്ച് സംസാരിക്കാം കേട്ടോ. നമുക്കത് എ അല്ല, നമുക്കത് ഒറിജിനലാണ്. നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞു നടത്തും. പക്ഷെ ഇതുവരെ രേണു റിയാക്ട് ചെയ്തിട്ടില്ല, അതാണ് ഒന്നാമത്തെ വിഷയം. ചേട്ടൻ പറ. ഈ ചോദ്യം കേട്ടു. രേണുസുധി പറയാണ് അത് ഇന്റെ ചാറ്റല്ല, അത് ഫാബ്രിക്കേറ്റ് ചെയ്താന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാനുള്ള സാധനങ്ങൾ വേണ്ടേ? അതെ, ഇത് കൊണ്ടുവന്ന വ്യക്തികളാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഈ ചാറ്റ് കൊണ്ടുവന്നത് താത്ത. ഞാനൊന്നും പറയുന്നില്ല, താത്തയോടുള്ള വൈരാഗ്യം വെച്ച് ഡാനി പറയാമെന്നുള്ള രീതിയിലാണ് ഈ കരുതും. സോറി, ഞാൻ അതിന് നോ കമന്റ്സ്. സായി ചേട്ടൻ തന്നെ പറ. വേണോ വേണ്ടേ? ചോദ്യം വേണ്ടേ? പ്രൂവ് ആവട്ടെ. പ്രൂവ് ആയാലും ഓക്കെ. പ്രൂവ് ആവാതെ അത്രയും വൾഗർ ചാറ്റ് എടുത്തിട്ട് ഞാൻ എന്ത് പറയുള്ളൂ? അതിന് അത്ര വൾഗർ ചാറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ളൂ. മീറ്റ് ചെയ്യണമെന്നും കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കരീഷ്മയെ കണക്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് ചിരി വരുക. ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയാം. പിന്നെ നോർമല ഇവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ രേണുവിനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആ കരീഷ്മയെ കോൺടാക്ട് ചെയ്യാനേ പറയത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇവർക്ക് ഒന്നാമത്തെ കാര്യം രേണുവിന് വിവരം വെക്കാണോ ഇല്ലെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആർക്കറിയാം? ചേട്ടൻ പറ. താല്പര്യമല്ലേ പറയാം. മകന്റെ കേസൊക്കെ പറഞ്ഞു പോയിക്കോട്ടെ. എടേ കാശുള്ളവൻ കാശിന് കിട്ടുമെന്ന് ചോദിക്കും. കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുക്കും. അതിപ്പോ ഇവിടെ കേരളത്തിൽ എത്രയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കറക്റ്റ് കാര്യമാണ്. പക്ഷെ രേണുവിന്റെ വിഷയത്തിൽ എന്താണെന്നറിയോ, ഇവിടെ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞിട്ടാണ് ഇവരെ ഓരോന്ന് കാട്ടിക്കൂട്ടിയത്. എന്റെ സുധിച്ചേട്ടനെ വിട്ട് എനിക്ക് കളിക്കാൻ പറ്റത്തില്ല, എന്റെ സുധിച്ചേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വലുത്. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ വേറൊരു കല്യാണം കഴിക്കത്തില്ല. അത് സുധിയുടെ ഓർമ്മകളായിട്ട് മാത്രം കഴിഞ്ഞു പോകും. പിന്നെ സുധിയുടെ ഡ്രസ്സ് അത് മണപ്പിച്ചിട്ടൊക്കെ പുള്ളി ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതാണ് നമ്മളോടൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു വ്യക്തി ഈ പറയുന്ന സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള പച്ചവരാതങ്ങളൊക്കെ കാണിക്കും
കാണിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ രേണുവിൻ്റെ അടുത്ത കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ പണ്ട് കുറേ കാര്യങ്ങൾ തപ്പിയെടുത്തുകൊണ്ട് പോയ എടുത്തൊക്കെ കഥകൾ കേൾക്കുമ്പോൾ എൻ്റെ പൊന്നോ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ചാറ്റൊക്കെ ഞങ്ങൾക്ക് വെറും എന്താ പറയണ്ടേ, സായിപ്പമ്പുടയ്ക്ക് ഇല്ല എന്താ പറയണ്ടേ, ചുമല കളർ അടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയുള്ളൂ ഞങ്ങൾക്ക്. അത് കെട്ടി കഴിഞ്ഞിട്ട് അത് അടിച്ച് കളഞ്ഞിട്ട് പിന്നെ കമ്പവും പോയി കഴിഞ്ഞ് പിന്നെ തൊട്ട് പുറത്ത് കൊടുക്കണമല്ലേ സെറ്റാ ആണോ അല്ലേ? അത് ശരിയാ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സമൂഹത്തോടെ സൂചിച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വല്ലവർക്ക് വേണ്ടി എന്താ പറയണ്ട കണ്ടന്റിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിൽ അത് വേറെ കാര്യം. പിന്നെ ഇത് രേണു സുധിയുടെ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ഇത് കാരണം എന്ന് വെച്ചാൽ സുധിച്ചേട്ടൻ ഈ ഒരു പേരാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്തത്. അത്രയും വലിയൊരു വ്യക്തിയുടെ പേര് വെച്ചിട്ടെ കാണിച്ച് തോന്നിയ വാസം അത് വിട്. ഒന്നുമില്ല, അത്രേ ഉള്ളൂ. കൂടുതൽ എന്താ പറയണ്ടത്? സായി സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലടാ, ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്ത് എന്ത് കളിക്കാൻ എന്റെ തൊണ്ടി അതല്ലേ പറഞ്ഞത്. ആളുകളുടെ വേറെ ഏതെങ്കിലും ആള് കാണാൻ പറ്റും. ഇതിലേക്ക് വേറെ എനിക്ക് പ്രശ്നമാക്കും. അല്ല സായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ പുള്ളി ഇതൊരു ഫണ്ണായിട്ട് പറയുന്നത് കേട്ടോ. ഇതാരും എടുത്തിട്ട് മോശമായിട്ട് സംസാരിക്കുകയൊന്നും ചെയ്യരുത്. എനിക്ക് പേഴ്സണലി അറിയാം, നല്ലൊരു ചേട്ടനാണ്. ഉള്ള കാര്യം പറയാലോ, ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്, ചില കാര്യത്തിലൊക്കെ വിമർശിച്ചിട്ടും സംസാരിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ആള് ഭയങ്കര പാവമാണ്. എനിക്കറിയാം പുള്ളിക്കാരനെ നല്ല രീതിയിലാണ്. അല്ല ചുമ്മാ വെറുതെ ആൾക്കാർ പറഞ്ഞാക്കാൻ അയക്കുന്നല്ല, അയക്കുന്നുണ്ട്. അവർക്ക് 30,000 സബ്സ്ക്രിപ്ഷൻ ഉണ്ടായതിനു ശേഷമാണ് അവരുടെ അക്കൗണ്ട് പോയത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്ന പരിപാടി നമ്മൾ പറയേണ്ട ആവശ്യം ഞാൻ പറയുന്നില്ല. അത് ഇവിടുത്തെ ആർമി വിഷയമാണ്. പിന്നെ അങ്ങനെ പോട്ടെ, ഞാൻ വീഡിയോയിൽ ഞാൻ പറയുന്നത് കുറച്ച് കോൺഫിഡൻഷ്യസ് ആണ്. നമ്മുടെ ഒരു ചേച്ചിയുടെ അക്കൗണ്ട് പോയായിരുന്നല്ലോ പർപ്പിൾ, അതാ. ഇനി ഓക്കെ, നമ്മുടെ ജിനൂസ് ഏട്ടൻ്റെ ചാനലിൽ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു കിളവൻ രേണു സുധിയെ കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു വീഡിയോ കൂടെ ഞാൻ വെക്കുവേ, അതും കൂടെ ഒന്ന് നിങ്ങളിത് കാണുക. ഒരു രേണു സുധി കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. ആ വോയിസ് എന്തായാലും ഒന്ന് കേൾക്കുക. ഇതെന്താണ് ഇവള് വിചാരിക്കുന്നത്? ഇവള് മാത്രമാണ് സോഷ്യൽ മീഡിയക്കകത്തുള്ളത്. വേറെ സ്ത്രീ ജനതകൾ പറ്റ പല പല പെൺകുട്ടികളും ഇല്ലേ? അവർക്കെല്ലാം എവിടെ കണ്ടുകൊണ്ട് കിടക്കാനാണോ ജോലി? അതെല്ലാം എവിടെ കണ്ടുപിടിക്കണമെന്നാണോ ലോകം? എങ്കിൽ പിന്നെ ഇന്ത്യൻ പീനൽ കോഡിലൊക്കെ വെറുതെ എവിടെ മുന്നിൽ ഓച്ചാന്ന് ചോദിച്ചു രേണു സുധി കൈ തുടച്ചിട്ട് ഇന്ത്യൻ പീനൽ കോഡിലിരിക്കുന്ന മജിസ്ട്രേറ്റിന് എല്ലാവർക്കും എവിടെ ആൽഭാഗം കഴിയാൻ പോരെ? എന്തിനേറെ എവിടെ മകനെ പോലും എവിടെ വിഭജിക്കണം? കാരണം ഇതുപോലെ സ്വന്തം അമ്മ അവൻ വ്യഭിചരിച്ചാണ് സോഷ്യൽ മീഡിയയിൽ വ്യഭിചരിച്ചാണ് ജീവിക്കുന്നത്. വ്യഭിചാരം സോഷ്യൽ മീഡിയയിൽ പരസ്യമാക്കി വ്യഭിചരിക്കുന്നത് എവിടെ പോലെ ഒരു മാതാവിന്റെ മുന്നിൽ ഒരു പിഞ്ചു കുഞ്ഞ് 5 വയസ്സുകാരനായ വൃദ്ധപ്പെട്ട് ഒരു പയ്യന്റെ യൗവന പ്രായവും അവന്റെ സ്വപ്നകാലവും ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ എന്താണ് കോടതിയൊന്നും ഇല്ലേ? എല്ലാം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയുന്നത്. എന്താണ് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട്? മരിച്ചുപോയ എന്താണ് അവൾ ചെയ്യുന്നത്? കലകളിൽ മെഴുതിരി കൊടുക്കുന്നുണ്ടോ? ഈടായടുത്ത് കലകളെ കൂട്ടാണ് അവൾ ചെയ്ത പരമോനെ. അപ്പൊ നാളെ ഒരു 13-കാരിക്കും തരിപ്പ് തോന്നുമ്പോ അവളും ഇങ്ങനെ കാണിക്കില്ലേ? അപ്പൊ ഒരു ഉണ്ടാക്കിയ തന്തനായ നമ്മൾ ആണുങ്ങളെവരും വെറും ശിരണ്യമാണ്. ഇവള് ചെയ്തിരിക്കുന്നത് ഇവളുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ് മാനേജർ എന്ന് പറഞ്ഞു നിർത്തിയുണ്ട് ഗ്രീഷ്മ എന്ന് പറയുന്നവള്. ഇത് ആരാ ചേട്ടാ? ചേട്ടനെ കുറിച്ച് ഏതാണ് ഈ നാറിയൊക്കെ? എടാ ആദ്യം പേര് പറയാൻ പഠി. കരീഷ്മ കിഴങ്ങനൊക്കെ വന്നിട്ട് കുറെ ഇതുപോലുള്ള കുറെ വോയിസുകൾ വരുന്നുണ്ട്. ചുമ്മാ എന്തോ വന്നിട്ട് മെഴുകുന്ന പോലെ ആയിട്ട്. എടാ ഈ പെണ്ണുമ്പോളെ പൂലോ ഓടായിപ്പോന്ന് എല്ലാവർക്കും അറിയാം. ഊടായ്പിന്റെ ഉസ്താദാന്നറിയാം. ചില വോയിസുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഡോണിന്റെ ഭാര്യ എന്നേ പറയും രേണു സുധി. കാരണം അതുപോലത്തെ ഡീലുകളാണ് രേണു സുധി ചെയ്തെന്നാണ് ഇപ്പോൾ ഓരോ വോയിസൊക്കെ കേൾക്കുമ്പോൾ കഥകൾ പോകുന്ന ഓരോരോ വഴികളെ. പക്ഷേ പോലീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നും പറയുന്നുണ്ട്. നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഏൽപ്പിക്കാം. ഓക്കെ, പിന്നെ ഈ മറ്റുള്ളവരുടെയൊക്കെ എനിക്കിപ്പോൾ കോമഡി പീസായിട്ട് വരികയാണ്. എന്തായാലും വോയിസ് കേൾക്ക്. നിന്റെ തന്തയാടാ ഈ വോയിസ്. ജിനൂസിന്റെ ഫോണിൽ ഞാൻ കണ്ടതാണ്. ഇവന്റെ തന്തയാണെന്ന് തോന്നുന്നു. ഈ സ്വർണ്ണക്കടത്ത് കേസ് കേട്ടിലൊക്കെ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ഇതുപോലെ ഒരു പഴവും നടക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. അതിൻ്റെ കണ്ണി രേണു സുധിയാന്ന് പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ കോമഡി. ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. പിന്നെ ഞാനിതെല്ലാം നമുക്കറിയാവുന്ന ആൾക്കാരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ താത്തകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവാതിരിക്കുക. എന്തോ ആയിക്കോട്ടെ.
ഇത് അവരുടെ ചാനലിൽ വന്ന കഥകളൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ ജിനൂസിൻ്റെ ചാനലാണ് ഇങ്ങനൊരു ഇതൊക്കെ കേൾക്കുന്നത്. ഇവൻ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ഞാനൊരു കാര്യം പറയാം, ഇത് വകുപ്പ് വേറെയാ. നമ്മൾ ഈ സ്ത്രീയെ ശരിക്കും വിമർശിക്കുന്ന കുറേ ആൾക്കാരാണ്. നമ്മളെ ഇവിടെ കള്ളങ്ങളും കാര്യങ്ങളും എല്ലാം പൊളിച്ചടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ ഫോണിനകത്ത് അത്യാവശ്യം ഇതിനകത്ത് വരാത്ത കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 7-9 മാസം കൊണ്ട് ഫോണിൽ കിടപ്പുണ്ട്. സീരിയസ്ലി എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ എന്താ പറയുക, മാനേജറിനോട് പറ ഹായ് ഇത് മറ്റേതില്ല, ചാറ്റൊന്നും ഇല്ല, അത് വേറെ കാര്യങ്ങൾ. ആ ചാറ്റൊക്കെ വെറും ഇതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് ഇടത്തൊന്നുമല്ല. ഇതുപോലുള്ള സ്ത്രീകൾ എന്ന് ഇട്ടെ, കാരണം ആണുങ്ങൾ ഇട്ടാലേ അവന്മാർക്ക് കേസ് കൊണ്ട് കൊടുത്താൽ അല്ലെങ്കിൽ പണി വെച്ച് കഴിഞ്ഞാൽ വേറെ വകുപ്പിൽ കൂടെ പോകും. മനസ്സിലായോ? 14 ദിവസം വേണമെങ്കിൽ നമുക്ക് അകത്ത് കൊണ്ട് ഒരു വകുപ്പ് ഉണ്ടാക്കാൻ പറ്റും. ആണുങ്ങൾ ചെയ്താൽ, പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ പൊക്കോട്ടെ. പക്ഷേ എന്താണ്, ഒരു പക്ഷെ ഞാൻ ഈ പറയുന്ന താത്തയായിട്ട് കോൺടാക്ട് ഉണ്ടായത് ഞാൻ അവരെ ഏൽപ്പിച്ചേനെ. പക്ഷെ ഞാൻ ചെയ്യൂല. ഞാൻ അവരോട്ട് എന്തൊക്കെ വന്നാലും ഒരു സൗഹൃദത്തിനോട് ഞാൻ കൂട്ടാകത്തില്ല, അതിൽ കൂട്ടാകത്തില്ല. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിളുള്ളവരോടും ഞാൻ പറയും കൂട്ടാക്കണ്ടെന്ന്. പല ആൾക്കാരെ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മോനെ ആ വ്യക്തിക്കെതിരെ വീഡിയോ ചെയ്യും, ഈ വ്യക്തിക്കെതിരെ അവർ ചെയ്യൂല. എവിടെ ബന്ധം 3 വിവാഹം കഴിച്ചിട്ടുണ്ട്. എവിടെ കൂട്ടുകാരിയായി നിന്ന വൃത്തിയുടെ ഭർത്താവിനെ അവൾ അടിച്ചോണ്ട് പോയി. അതേ സ്വഭാവക്കാരിയെ ഇവിടെ തെരഞ്ഞു പിടിച്ച് ഇതുമാതിരി യാതൊരുവിധ ചന്ദ്രകുമാർ എന്ന് പറയുന്ന ABCD മെമ്പർഷിപ്പ് ഒന്നും എടുത്തില്ല. സിനിമയ്ക്കകത്ത് ഒരു മെമ്പർഷിപ്പും ഇല്ല, ടെലിവിഷൻ മെമ്പർഷിപ്പ് ഇല്ല, ചാനൽ മെമ്പർഷിപ്പ് ഇല്ല, കേരള ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് മെമ്പർഷിപ്പ് ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരുത്തരം ഇതേമാതിരി ചെയ്യുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിവായവരൊക്കെ ബാക്കിയുള്ള കുട്ടികളെ എന്ത് ചെയ്യും? എവിടെ ഇങ്ങനെ കാണിക്കുന്ന ബാക്കിയുള്ള കുട്ടികളെല്ലാം എവിടെ കണ്ടല്ലേ പഠിക്കുന്നു. അപ്പൊ അവർ നാളെ ഭർത്താവിനെ കൊന്നിട്ട് അവർ നാളെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കണം എന്നാണ് പറയുന്നത്. എവിടെ കളിക്കുന്ന അതാണോ നമ്മൾ കേരളക്കാരെല്ലാം കൈ കെട്ടി നോക്കിണ്ടിരിക്കുന്നത്? ഇല്ല, അവളെ അറസ്റ്റ് ചെയ്യണം. എവളെ അറസ്റ്റ് ചെയ്ത് എവളെ ലോക്കൽ അടയ്ക്കണം. എവളെ കൂടെ എത്ര പേരുണ്ടോ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന അവളെ കറക്റ്റ് നോക്കണം. കാരണം അവളാണ് ഇവക്ക് സ്വർണ്ണക്കടത്തും MDMA കച്ചവടത്തിനും ആദായമായിട്ട് എല്ലാ വഴികളും തെളിയിച്ചു കൊടുക്കുന്നത്. അവളുടെ കയ്യിൽ നിന്ന് തപ്പി അവളെ മൂത്രക്കുഴിയിൽ നിന്ന് തപ്പിയിട്ടുള്ള മലതർ തപ്പി പോലും അവളെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടില്ല. പക്ഷെ അവളുടെ ഡിപ്ലോമാറ്റിക്കൽ ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇത് ആൾക്കാർക്ക് ഇരുന്ന് കേൾക്കാനേ ഉള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് പറയണം, ചില ആൾക്കാർ ഈ സീരിയൽ അഡിക്റ്റ് ആയിരിക്കുന്ന പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഡാനിയൊക്കെ പിന്നെ എന്തേ കാണിക്കുന്ന സ്ഥിരം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്. ബോറ് പരിപാടിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ കണ്ടന്റ് നമ്മൾ ഇവിടെ കുറേ കള്ളങ്ങൾ കാണുമ്പോൾ പൊട്ടും, അത് വേറെ. ഞാൻ ഈ ഒരു വിഷയം വിട്ടതാണ്. അതുലിൻ്റെ കേസിൽ അതുലിനെ ചില ആൾക്കാരെ കൊണ്ടൊക്കെ അടുപ്പിക്കണമെന്നുള്ളൊരു ചേച്ചിക്കുള്ള ഇതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ചാടി ഇറങ്ങി വന്നത്. പിന്നെ അതുകൊണ്ട് ഈ ഒരു വിഷയം മാത്രം എൻ്റെ ചാനലിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞു ചാനലാണ് ഇട്ട് പോകുന്നത്. അത് വ്യൂ കയറിയില്ലെങ്കിൽ കയറിയില്ല, ആ ഒരു ലെവലിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇങ്ങോട്ടങ്ങ് ഇട്ടേക്കുന്നത്. മെയിൻ ചാനലിൽ വേറെ കണ്ടന്റായിട്ട് അങ്ങ് പോവാം. 2 ദിവസം കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ വിഷയങ്ങളൊന്നും ചെയ്യാത്തത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തന്നൊരു വ്യക്തിയാണ് വേണ്ട ഈ നിൽക്കുന്ന സൗഭാഗ്യ. വെച്ചുതരാം. ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒന്ന് ഡാൻസ് പഠിച്ച് നോക്കിയാലോ? നിങ്ങളുടെ സൗകര്യത്തിന് എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ മൈൻഡ് റെഡിയാണ്, നിങ്ങളുടെ ബോഡി റെഡി ആണെങ്കിൽ ഓൾ യു ഹാവ് ടു ഡു ഇസ് എന്റെ അമ്മയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. Just subscribe to her account. She charges just $299 a month. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ഫുൾ മന്ത് അല്ലെങ്കിൽ ഒരു ദിവസത്തെ എക്സ്പെൻസ് എടുത്ത് നോക്കിയാലും ഒരു 300 rupees മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ഐ ഗസ് നമ്മുടെ പാഷന് വേണ്ടി ഇറ്റ്സ് നോട്ട് ദാറ്റ് ടു മച്ച്. 1 മാസം കൊണ്ട് ഒരു ഡാൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഹൗ കൂൾ ഇസ് ദാറ്റ്? എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. ഒരു കല്യാണത്തിന്, നിങ്ങളുടെ ഓഫീസിൽ, ഫ്രണ്ട്സുമായിട്ടുള്ള ഗ്യാതറിങ്ങിന്, എനി ഫാമിലി ഫംഗ്ഷൻ, എവിടെ വേണമെങ്കിലും യു വിൽ ബി ഡാൻസ് റെഡി. ട്രെൻഡി ആയിട്ടുള്ള ലേറ്റസ്റ്റ് സോങ്സിനൊക്കെ സിനിമാറ്റിക് അല്ലാട്ടോ, സെമി ക്ലാസിക്കലാണ്. സെമി ക്ലാസിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ കൊറിയോഗ്രാഫ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് എന്റെ അമ്മ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. സോ ഡോണ്ട് വെയിറ്റ്. എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. താരാ കല്യാണിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ഇതിപ്പം ഇവർക്ക് ഈ പറയുന്ന സൗഭാഗ്യക്കും ഉണ്ട് സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ജിം വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ നല്ലതും ചെയ്യാം ചീത്തയും ചെയ്യാം. പറഞ്ഞ് മനസ്സിലായോ? നല്ലത് ചെയ്താൽ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. ഇതുപോലുള്ള കുളിസതൊക്കെ ആണെങ്കിൽ ആൾക്കാർ അടിച്ച് കയറും. ഓക്കെ, എന്തായാലും രേണു ഇതുവരെ ഒരു കാര്യത്തിനും പ്രതികരിച്ചിട്ടില്ല. അവരിനി പ്രതികരിക്കുമല്ലോ എന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല. കുറേ കമൻസിനും കാര്യങ്ങളൊക്കെ മറുപടി കൊടുത്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്നലെ ഒരു വീഡിയോക്കകത്ത് വന്നിട്ട് അവർ കുറച്ച് ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്തോന്ന് അറിയത്തില്ല. നമുക്കാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ.